ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2211. ഇന്ന് ജനുവരി മാസം 19-ാം തീയതി. നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഉള്ള വിഭവങ്ങളിലൊക്കെ ഒന്ന് സംതൃപ്തി കണ്ടെത്താനായിട്ട്? അതോ കിട്ടിയതിലേക്കാളും കിട്ടാനുള്ളത് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതിൽ മാത്രമാണോ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയവും ശ്രദ്ധയുമൊക്കെ? അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, വലിയ സൈന്യമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ രാജാവിന്. മനസ്സിനൊരു സുഖമില്ല, സന്തോഷിക്കണമെന്നുണ്ട്, സാധിക്കുന്നില്ല. അപ്പോഴാണ് ആ രാജാവ് ശ്രദ്ധിച്ചത് തൻ്റെ ഒരു സേവകൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാട്ടുകൾക്ക് മൂളി പുഞ്ചിരിയോടുകൂടി നടക്കുന്നുണ്ട്. അയാളെ വിളിച്ച് ചോദിച്ചു, തനിക്കെന്താടോ ഇത്രയും വലിയ സന്തോഷം? അപ്പോൾ അയാൾ പറഞ്ഞു, അടിയനെ പാർക്കാനൊരു കുഞ്ഞു കുടിലുണ്ട്, പിന്നെ ഉണ്ണാനും ഉടുക്കാനും അവിടുന്ന് കൽപ്പിച്ച് നൽകുന്നുണ്ട്. ഇതിലധികം അടിയനൊന്നും വേണ്ടല്ലോ. എന്തായാലും രാജാവൻ ആ ഉത്തരത്തിൽ അങ്ങോട്ട് തൃപ്തിയായില്ല. മന്ത്രിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. മന്ത്രി ഒന്ന് അന്വേഷിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, അവന്റെ സന്തോഷത്തിന്റെ കാരണം ഇതൊന്നുമല്ല. പിന്നെന്താണ്? 99 സംഘത്തില് അവൻ ചേരാത്തതാണ്, അല്ലെങ്കിൽ അവനെ ആരും ചേർക്കാത്തതാണ്. 99 ഗ്രൂപ്പ്. അതിൻ്റെ ഈ 99 ഗ്രൂപ്പ്, 99 സംഘം. മന്ത്രി പറഞ്ഞു, എല്ലാം പറഞ്ഞു തരാം. 99 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സഞ്ചി ഈ രാജസേവകന്റെ വീട്ടുപടിക്കൽ കൊണ്ടുവയ്ക്കുക. രാജാവ് അത് അനുവദിച്ചു. പിറ്റേന്ന് സേവകൻ അത് കണ്ടു, എടുത്തുകൊണ്ടുപോയി തുറന്നു നോക്കി, എണ്ണി 99 സ്വർണ്ണ നാണയങ്ങൾ. അവന്റെ മനസ്സ് പതിയെ മിണ്ടിത്തുടങ്ങിയ, ഇത് മതിയോ? 99 എങ്ങനെയെങ്കിലും ഒന്ന് 100 ആക്കണ്ടേ? പിറ്റേന്ന് മുതൽ കഠിനാധ്വാനം തുടങ്ങി. ഒരു സ്വസ്ഥതയുമില്ല. സ്വർണ്ണ നാണയങ്ങൾ കൂടുതൽ കൂട്ടിവെക്കാൻ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. സേവകനെ നിരീക്ഷിച്ച രാജാവിനും എല്ലാം മനസ്സിലായി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ശരിക്കും സന്തോഷവാൻ. കൈവന്ന കൃപകളെയും അനുഗ്രഹങ്ങളെയും സമൃദ്ധിയെയും നേട്ടങ്ങളെയും പറ്റി സന്തോഷിക്കുന്നതിന് പകരം, ഓർക്കുന്നതിന് പകരം, കിട്ടാത്തതിനെ തേടി ഓടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എന്താ? ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെടുകയാണ്. നമ്മൾ പലരും 99 സംഘത്തിൽപ്പെട്ട ഒരാളാണോ എന്ന് സംശയമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. എങ്ങനെയാ? എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലതിനും പ്രാപ്തനാണ്. ആമേൻ.